ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനിത് കഴിക്കണം എന്നൊക്കെ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളങ്ങനെ മേടിച്ചിട്ടുമില്ല കേട്ടോ വീട്ടിൽ. അങ്ങനെ ഇരിക്കെ വീട്ടിൽ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികൾ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കാച്ചിക്കളയാം എന്ന് കരുതി ഞാൻ ഈ സംഭവം എടുത്ത് ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ ബലമുള്ളതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൗതുകം. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. തെറ്റേറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കൂ. അപ്പോൾ കുറച്ച് വെള്ളം ആ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഈ പാസ്ത അതിലേക്ക് ഒന്നിട്ട് കൊടുത്തു കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതിൻ്റെ വേവ് കറക്റ്റ് പരുവമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആദ്യമായിട്ട് ചെയ്യണതല്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു പേടി, ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുമോ, തമ്മിലൊട്ടിപ്പോവോ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി. ഞാൻ കിണ്ടിക്കൊണ്ടിരുന്ന ഇളക്കിക്കൊണ്ടിരുന്ന സ്പൂണിട്ട് തന്നെ ഇങ്ങനെ മുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വേവ് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ഇതൊരു 7-8 മിനിറ്റ് ആയപ്പോഴത്തേനും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടി കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ സമയം ആകുമ്പോഴത്തേനും നമ്മൾ വെച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കേട്ടോ. ഇതൊന്ന് വേവിച്ച് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്തൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു ഒരു 6-7 അല്ലി വെളുത്തുള്ളി അതൊന്ന് നീളത്തിന് കട്ടി കുറഞ്ഞരിഞ്ഞത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ക്യാരറ്റും സവാളയും കട്ടി കുറഞ്ഞ് നീളത്തിനൊന്ന് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേ. ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് അതിലേക്ക്. കൂടാതെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ഒരു ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ ചതച്ച മുളകില്ല, അതില്ലാത്തതുകൊണ്ട് ഒരു വറ്റൽമുളക് ഞാൻ എടുത്ത് കുനുകുന അരിഞ്ഞ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പിന്നീട് ലാസ്റ്റ് പറയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാണ്ട്. ഇത് ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് മിക്കപ്പോഴും എനിക്ക് അടുക്കി പിടിക്കാറ് പതിവാണ്. അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വലിയ പാത്രം എടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്ക സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും പാത്രങ്ങളെല്ലാം ചെറുതായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇളക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടോടാണ്. ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റൊക്കെ ഇങ്ങനെ മുറിച്ച് നോക്കുന്നുണ്ട് വെന്തിട്ടുണ്ടോയെന്ന്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരിത്തിരി കുരുമുളക് പൊടി, ഒരിത്തിരി ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ടൊമാറ്റോ സോസിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ആ സംഭവം ഇങ്ങനെ ആ കൂട്ടിങ്ങനെ നല്ലൊരു ലൂസ് പരുവത്തിനായപ്പോഴത്തേനും ഒരു 2 സ്പൂണ് ചൂടുവെള്ളം കൂടി അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ പാസ്തയുടെ കൂട്ട് സംഭവം ശരിയായിട്ടുണ്ട്. ഇതിങ്ങനെയാണോ പറയണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചേക്കണം പാസ്തയില്ല, നമ്മൾ ഉപ്പൊക്കെ ചേർത്തല്ലേ വേവിച്ച് വെച്ചേക്കണം, അതൊന്ന് ഈ ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കണം. ചെറിയ തീയായിരിക്കണേ. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഈ ഒരു കൂട്ടുണ്ടാക്കിയത് ഈ പാസ്തയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന തരത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിങ്ങനെയാണോ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ ഇതിപ്പം കഴിഞ്ഞിട്ടുണ്ടേ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് സംഭവം കൊള്ളാം, അടിപൊളിയാണ്. കുറച്ച് ഒരു ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് കരുതി ഇത്തിരി ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഗതി കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഒരിത്തിരി എരിവ് ഞാൻ ചെയ്തപ്പോഴത്തേനും കൂടിപ്പോയി കേട്ടോ. മാക്സിമം കുരുമുളക് ഒഴിവാക്കാൻ നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്